ചന്ദ്രേട്ടൻ്റെ കലാജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേർ വേദിയിലുണ്ട്. അത് പേരെടുത്ത് പറഞ്ഞു തുടങ്ങിയാൽ എവിടെയും എത്തില്ല എന്നുള്ളത് കൊണ്ട്, സമയപരിമിതി കൂടി ഉള്ളത് കൊണ്ട് എല്ലാവരെയും സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്വാഗത പ്രസംഗം ഇവിടെ അവസാനിക്കും. വഹിക്കുന്നത് FFSI ജോയിന്റ് ജനറൽ സെക്രട്ടറിയും എഴുത്തുകാരനും ചിന്ത പബ്ലിഷേഴ്സിന്റെ സബ് എഡിറ്ററുമായ രാധാകൃഷ്ണൻ ചെറുവഞ്ഞിയാണ്. അദ്ദേഹത്തെ അധ്യക്ഷ ഭാഷണത്തിനായി സാദരം ക്ഷണിക്കുന്നു. നടൻ ഷൈൻ ടോം ചാക്കോ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വ വേദിയിലേക്ക് സ്വാഗതം. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ കേരളത്തിന്റെ ചലച്ചിത്ര മാസികയായ ദൃശ്യതാളത്തിന്റെ ഈ ലക്കം TV ചന്ദ്രൻ എന്ന സംവിധായക പ്രതിഭയുടെ ചലച്ചിത്ര ജീവിതത്തെ ആസ്പദമാക്കിയുള്ള പ്രത്യേക പതിപ്പാണ്. പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനും ആശംസാ പ്രസംഗം നടത്തുന്നതിനുമായി ഇർഷാദ് അലി, ഷൈൻ ടോം ചാക്കോ എന്നിവരെ ക്ഷണിക്കുന്നു. ഇർഷാദ് അലി, ഷൈൻ ടോം ചാക്കോയ്ക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിക്കുവാൻ അവരെ സാദരം ക്ഷണിക്കുന്നു. ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന വ്യക്തികളിലൊരാളാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായി സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ച് പാറമംഗലൂർ വ്യാപത്തിൽ എന്ന സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ച അദ്ദേഹത്തിനുള്ള കടപ്പാട് പറയാൻ കഴിയില്ല. കഴിഞ്ഞ 50 വർഷമായിട്ടാണെങ്കിൽ ഞാൻ 25 വർഷമായിട്ട് ചന്ദ്രൻ്റെ കൂടെ തന്നെയുണ്ട്. വരുംപരായകൾ എന്ന് പറയുന്ന ഒരു ടെലി സീരിയൽ ആയിട്ടാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ചന്ദ്രൻ എല്ലാ ദിവസവും ഒരു 10 തവണയെങ്കിലും പറയുന്നൊരു പേരുണ്ടാവും, പവിത്രൻ എന്ന് പറയുന്നത്. പവിത്രനാണ് എന്നെ ചന്ദ്രേട്ടനെ പരിചയപ്പെടുത്തിയിരുന്നത്. ഞാൻ ചന്ദ്രേട്ടനെ മമ്മൂക്കയും ആദ്യമായി കാണുന്നത് 93 എൻ്റെ നാട്ടിലെ കുന്നോളത്ത് വന്നിട്ട് ഒരു തൊണ്ടന്മാട എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യുന്ന കാലത്താണ്. ഒരുമിച്ചാണ് ഒരു ആദ്യമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ മമ്മൂക്കയെ പോലുള്ള ആള് മഹാനടന്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന അവസരം തന്നതും ചന്ദ്രന്റെ ഡാനി എന്ന് പറയുന്ന സിനിമയിൽ. കഴിഞ്ഞ IFFK ഡിസംബറിൽ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞതിലേക്ക് ഇത്തിരി തടി കൊടുക്കണം, അടുത്ത സിനിമയിൽ നിന്റെ ഗംഭീര വേഷമാണ്, അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. എല്ലാവരും ആശംസിച്ചു. പ്രസന്റ് വിളിക്കുന്ന പോലെ ചാക്കോ. എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രേട്ടൻ്റെ പടം പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന വിഷയം മാടായിരുന്നു ആടുന്ന കവുങ്ങാണ്. ആ ജനലിലൂടെ കൂടെ നോക്കുമ്പോൾ മാടെങ്ങനെ ഇരുന്ന് ആടുന്നു, പിന്നെ മാടയില്ലാതെ ഇരുന്ന് ആടുന്നു. അന്ന് ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്താണ് ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഫൈറ്റ് ഇല്ല, ഡാൻസ് ഇല്ല. പക്ഷെ ഒരിക്കൽ നമ്മൾ കാണാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് തീരുന്ന വരെ നമുക്ക് അവിടെ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. കുഞ്ഞായിരിക്കുമ്പോഴത്തെ കാര്യമായിട്ട് പടം. അങ്ങനെ അടുപ്പിച്ച് കണ്ട 2 പടങ്ങളാണ് കുന്തമ്മാടയും വിധേയും. രണ്ടിലും മമ്മൂക്കയായി. പിന്നീട് ഞാൻ സിനിമയിൽ വന്നു, മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തു. കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് വന്നത്. അപ്പോൾ മമ്മൂക്ക പറഞ്ഞ കാര്യമുണ്ട്, ഒരു നടൻ ഒരു ബിഗ് ബഡ്ജറ്റ് പടം ചെയ്തു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ലോ ബഡ്ജറ്റ് പടങ്ങളും ചെയ്യണം. അതായത് നമ്മൾ 50 കോടിയുടെ പടം ചെയ്തു, അത് കഴിഞ്ഞ് 55 കോടിയുടെ, പിന്നെ 100 കോടി, 150 കോടി. അങ്ങനെയല്ല ഒരു ആക്ടർ ഉണ്ടാവുന്നത്. 50 കോടിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ആക്ടറിന് 2 കോടിയുടെ പടം ചെയ്യാൻ പറ്റണം. എന്നാലേ ഇൻഡസ്ട്രി നിലനിൽക്കുള്ളൂ, പടങ്ങളും നല്ലതുണ്ടാവുള്ളൂ. ഇത് ഞാൻ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ വിജയുടെ അടുത്ത് ചോദിച്ചു, സാറേ ഈ ഒരു വർഷം ഒരു പടമാണോ നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞു, ഈ ഒരു പടം ചെയ്ത് വരുമ്പോഴേക്കും 1 വർഷമാവും. അല്ല, ചെറിയ ചെറിയ പടങ്ങൾ ചെയ്തോടി, 2 കോടി 2.5 കോടി. അപ്പോൾ പുള്ളി എൻ്റെ മൊത്തം ചിരിച്ചു. എൻ്റെ ആദ്യത്തെ കേസ് ഉണ്ടായിട്ട് പാസ്പോർട്ടൊക്കെ കോടതിയിൽ വാങ്ങി വെച്ച സമയത്താണ് ചന്ദ്രൻ സാറിൻ്റെ പടത്തിൽ. അപ്പം അന്ന്
പടം മോഹവലയം എന്നുള്ള പടം ബഹ്റൈനിൽ ഷൂട്ട് ചെയ്യും. അപ്പോൾ സാറിൻ്റെ പടത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് പാസ്പോർട്ട് ഇങ്ങോട്ട് വാങ്ങിയെടുത്തത്. അപ്പോൾ അതിനുശേഷം ഒരാൾ കുറ്റക്കാരനാണ് എന്ന് സമൂഹത്തിന് മുന്നിൽ പറയുകയും കുറച്ച് നാൾ കൊണ്ടാടുകയും ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു അപകർഷതാബോധം ഉണ്ടാവും. പിന്നീട് ആളുകളുടെ മുഖത്ത് നോക്കുമ്പോഴും ഓരോ ദിവസവും അതിനെ നമ്മൾ ഫേസ് ചെയ്യും. അപ്പോൾ ഞാൻ ചെന്ന് വിട്ടതാണെങ്കിൽ സിംഹം എന്ന് പറയുന്ന പോലത്തെ ഒരു മച്ചാൻ്റെ അടുത്ത് ചന്ദ്രൻ സാർ ആരെയും വകവയ്ക്കില്ല, നല്ല ഒച്ചത്തിൽ സംസാരിക്കും. ഈ പോയി പണി വെക്കാൻ നോക്കുക അവരോടൊക്കെ. പുള്ളിയുടെ അടുത്തുനിന്ന് കിട്ടുന്ന ഓരോ ദിവസത്തെ എനർജി അല്ലെങ്കിൽ കോൺഫിഡൻസ് ആണ് പിന്നീട് മുന്നോട്ട് നയിക്കാൻ എന്നെ മുന്നോട്ട് നയിച്ചത്. ചെറുതായി ചെറുതായി വീണ്ടും ആ അപകർഷതാബോധം പോയി, ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റി. ക്യാമറയുടെ മുന്നിൽ കോൺഫിഡൻസിലൂടെ നിൽക്കുക എന്നുള്ളതാണല്ലോ ഒരു ആക്ടറിൻ്റെ ഏറ്റവും കൂടുതൽ വേണ്ടത്. എല്ലാ ഇമോഷൻസും ചെയ്യാൻ പറ്റും, ക്യാമറയെ അതിൽ നോക്കി നിൽക്കാം. അതാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് സമൂഹത്തിൽ, നമ്മളെ കുറ്റക്കാരനായിട്ടും അങ്ങനെ. അപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്തു കിടക്കാൻ എന്നെ മോഹവലയം എന്ന് പറയുന്ന ചിത്രം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടം ഞങ്ങളുടെ ഒരു മോഹവലയായിരുന്നു എൻ്റെ സുധീഷേട്ടൻ്റെ ബഹ്റൈൻ. അപ്പൊ ഇനിയും നല്ല നല്ല ചിത്രങ്ങൾ ചെയ്യണം. ഇപ്പോഴും ഞാൻ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പടത്തിനാണ് വിളിക്കണേന്ന്. എന്നാ പടം തുടങ്ങാനെന്ന് ഞാൻ ചോദിച്ചത്. അതല്ല, ഫംഗ്ഷൻ ഇവന്റ് ഉണ്ടെങ്കിൽ 50-ാം വർഷം. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞ് പടം ചെയ്യില്ലേ? അത് കഴിഞ്ഞ് പടം ചെയ്യും. അപ്പൊ ഇനിയും പടങ്ങൾ ചെയ്യുക. താങ്ക് യു. നന്ദി ഷൈൻ.